ആർ രാജശ്രീ എഴുതിയ ആത്രേകം എന്ന് പറഞ്ഞ നോവലിനെ പറ്റി ഒരു റിവ്യൂ പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഈ അടുത്ത് വായിച്ചു തീർത്ത ഒരു നോവലാണ് ആത്രേകം. കുറച്ചു കാലമായിട്ട് ആത്രേകം എന്ന് പറഞ്ഞ നോവലിനെ പറ്റി ഞാനിങ്ങനെ കേൾക്കുന്നു. അപ്പോൾ സാധാരണ നല്ല റിവ്യൂ ഒക്കെ വരുന്ന പുസ്തകങ്ങളെല്ലാതും വാങ്ങി വായിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. അങ്ങനെയുള്ള പുസ്തകങ്ങൾ ചിലപ്പോൾ വായിക്കാറേ ഇല്ല. പക്ഷേ ഇത് വായിക്കാൻ എനിക്കൊരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. എൻ്റെ മോള് കഴിഞ്ഞ വർഷത്തെ ബുക്ക് ഫെയറിന്, ഷാർജ ബുക്ക് ഫെയറിന് റിലീസ് ചെയ്ത പ്രകാശനം ചെയ്ത ഒരു ബുക്കാണ് ആമേൻ. ആമേൻ എന്ന് എഴുതുന്നത് തന്നെ ഒരു പ്രത്യേകതയിലാണ്. എൻ്റെ കയ്യിൽ ഒരു ബുക്ക് പോലും സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് എനിക്കത് കാണിച്ചു തരാൻ പറ്റില്ല. AWOMEN എന്നാണ് ടൈറ്റിൽ. WO ബ്രാക്കറ്റിലാണ്, സൈലൻ്റ് ആണ്. വായിക്കുന്നത് ആമേൻ എന്നാണ്. ആ ബുക്കിൽ അവൾ പറഞ്ഞിരിക്കുന്നത് 9 സ്ത്രീകളുടെ കഥയാണ്. അതായത് ലോകത്തിലുള്ള പല പുരാണങ്ങളിലെയും 9 സ്ത്രീകൾ, നമ്മുടെ ഇന്ത്യൻ മാത്രമല്ല പല പുരാണങ്ങളിലും. അതിൽ ഇന്ത്യയിൽ നമ്മുടെ ഭാരതത്തിലെ പുരാണങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള സ്ത്രീകളിൽ ഒരാൾ അവൾ പറഞ്ഞത് ശിഖണ്ഡിനി ആണെന്ന് പറഞ്ഞു. ശിഖണ്ഡിയാണ് ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു. ശിഖണ്ഡി ആണല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൾ പറഞ്ഞത് അല്ല, ശിഖണ്ഡിനി. നമ്മൾ ശിഖണ്ഡി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മുൻപ് തൊട്ടൊരു ചിന്താഗതി ഉണ്ടല്ലോ. അപ്പോൾ ഓക്കെ, അങ്ങനെയായിരിക്കും. അപ്പോൾ ശിഖണ്ഡിനി എന്നാണ് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത്. ശിഖണ്ഡിനിയുടെ കഥയാണ് എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ കൂടുതലൊന്ന് വായിച്ചു നോക്കി എന്നല്ലാതെ അതിൻ്റെ കൂടുതൽ അതിൻ്റെ ഡെപ്തിലേക്കൊന്നും പോയില്ല. ആത്രേകത്തിനെ കുറിച്ചുള്ള ഒരു റിവ്യൂവിൽ സ്വന്തമായിട്ട് രാജശ്രീ തന്നെ എഴുതിയിരിക്കുന്നത്, ഒരു റിവ്യൂ എഴുതിയ പോലെ എഴുതിയിരിക്കുന്നത് വായിച്ചപ്പോഴാണ് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഇതേ കഥാപാത്രത്തിനെയാണ് ആത്രേകത്തിലും അവർ എടുത്തിരിക്കുന്നത്. അതായത് ശിഖണ്ഡി എന്ന് പറഞ്ഞ പേര്, ശിഖണ്ഡിനി എന്നോ ശിഖണ്ഡി എന്നോ പേര് രാജശ്രീ യൂസ് ചെയ്തിട്ടില്ല. നിരമിത്രൻ എന്ന പേരിലാണ് ആ കഥാപാത്രത്തിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് എൻ്റെ മോള് അതെടുത്തപ്പോൾ എനിക്ക് ഞാൻ ഡൗട്ട്ഫുള്ളായിരുന്നു. കാരണം അവൾക്ക് പുരാണങ്ങളിലൊക്കെ എത്രത്തോളം അവഗാഹമുണ്ടെന്ന് എനിക്കറിയില്ല. അവൾ പറഞ്ഞല്ല, ഞാൻ റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് അതിനെ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അത് നമ്മുടെ കേരളത്തിലുള്ള മറ്റൊരു എഴുത്തുകാരി, പ്രശസ്തിയായ എഴുത്തുകാരി അതേ കഥാപാത്രത്തിനെ എടുത്തു എന്ന് കേട്ടപ്പോഴുള്ള ഒരു കൗതുകം കൊണ്ടാണ് ഞാൻ ആ പുസ്തകം വായിച്ചത്. എൻ്റെ കൗതുകം അസ്ഥാനത്തായില്ല. വളരെ രസകരമായൊരു നോവലാണ് ആത്രേകം. നിരമിത്രൻ്റെ ജീവിത കഥയാണ് അതിൽ പറയുന്നത്. തുടക്കത്തിൽ തന്നെ നിരമിത്രൻ എന്ന് പറഞ്ഞ രാജകുമാരൻ ദശാർണവത്തിലെ രാജകുമാരിയെ വിവാഹം ചെയ്യാനായിട്ട് നടത്തുന്ന ഒരു വിവാഹ ഘോഷയാത്രയാണ് കാണിക്കുന്നത്. അത് വായിച്ചു തുടങ്ങുമ്പോൾ നമുക്കിത് ശിഖണ്ഡിയാണ് എന്നുള്ള ഒരു ഐഡിയയും നമുക്ക് കിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴാണ് ദ്രുപദനും ഒക്കെ കയറി വരുമ്പോഴാണ് നമുക്കിത് ശിഖണ്ഡിയാണ് എന്നുള്ള ചിത്രം വ്യക്തമാവുന്നത്. ആ ഒരു പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജശ്രീ യൂസ് ചെയ്തിട്ടേ ഇല്ല. രാജശ്രീയുടെ ഏതോ ഒരു ഇൻ്റർവ്യൂ ഇല്ല, ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇൻ്റർവ്യൂ കേട്ടപ്പോൾ അവരത് പ്രത്യേകം പറയുകയും ചെയ്തു. ഇങ്ങനെ ഈ ശിഖണ്ഡി എന്ന് പറഞ്ഞ ഒരു പേരിന് തന്നെ നമ്മളൊരു അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് യൂസ് ചെയ്യാവുന്നത്. ഒരു വിഭാഗത്തിനെ സൂചിപ്പിക്കുന്നത് പോലെ തോന്നുന്നത് കൊണ്ടാണ് ആ പേര് യൂസ് ചെയ്തത്, നിരാമിത്രൻ എന്ന പേര് യൂസ് ചെയ്തത് എന്ന്. അപ്പോൾ ഈ രാജകുമാരിയെ വിവാഹം കഴിക്കാനായിട്ടുള്ള വിവാഹ ഘോഷയാത്ര ഒരു സാധാരണ രാജകുമാരൻ്റെ വിവാഹ ഘോഷയാത്ര പോലെ അല്ല. അതിൽ കൂടുതൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്. വലിയ ഒരു സേന, അതായത് സുരക്ഷ അവിടെ ഉറപ്പുവരുത്തുന്നുണ്ട്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും രാജകുമാരിയുടെ രാജ്യത്തോട് അടുക്കുമ്പോൾ അവിടുത്തെ സൈന്യ അധിപന്മാർ കൂടി വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു ദുരൂഹത ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതുപോലെ നിരമിത്രൻ്റെ സുഹൃത്തായ വിശാഖ കൂടെ വേണമെന്ന് നിരമിത്രൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. സൈന്യത്തിലുള്ള സാധാരണ ഭടന്മാർക്ക് പോലും ഈ വിശാഖ കൂടെ പോകുന്നതോ വിശാഖയോ ഇഷ്ടമില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതുപോലെ ആത്രേകം എന്ന നാടിനെ പറ്റി പറയുന്നുണ്ട്. ആത്രേകത്തിലേക്ക് ഇവർക്ക് രണ്ടുപേർക്കും കൂടി രക്ഷപ്പെടാനാണ് ഇവരുടെ പ്ലാൻ എന്നുള്ളത് കുറച്ച് അധ്യായങ്ങൾ കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഒരു ശ്രമം നടത്തുകയും ചെയ്യും. പക്ഷെ അത് പരാജയപ്പെടും. പിന്നീട് വിവാഹം നടക്കും, വളരെ മംഗളമായി വിവാഹം നടക്കും. വിവാഹം നടക്കുമ്പോൾ രാജകുമാരിയെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അവരുടെ ആദ്യ രാത്രിയിൽ തന്നെ രാജകുമാരൻ്റെ സ്വത്വം മനസ്സിലാക്കിയിട്ട് അത് ഒരു പരിശോധനയൊക്കെ, ദേഹപരിശോധനയൊക്കെ നടത്തുന്നുണ്ട് രാജകുമാരി. അങ്ങനെ നടത്തിയിട്ട് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കഥ പിന്നീടുള്ള ദ്രുപദൻ്റെ അതിനുള്ള ഒരു മറുപടിയും മകനോട് ചെയ്യുന്ന ഒരു നീചമായിട്ടുള്ളൊരു പ്രവൃത്തിയും ഒക്കെ നമ്മുടെ നിരമിത്രനോട് നമ്മൾ വളരെ എത്ര സാധുവാണ് നിരമിത്രൻ അത് നമുക്ക് മനസ്സിലാകും.
ദ്രുപദൻ്റെ ക്രൂരതകളും ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങ് കഥ തുടരുകയാണ്. പിന്നെ ഒരു യാഗം നടത്തുന്നതും അതിൻ്റെ ഉള്ളിൽ വരികൾക്കിടയിൽ നിറയെ അർത്ഥങ്ങളുള്ള ഒരു നോവലാണ് ആത്രേയകം. കൂടുതൽ പറഞ്ഞ് ആ കഥയുടെ ഒരു രീതിയൊന്നും പുറത്തു വിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടും വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ് ആത്രേയകം എന്ന് എനിക്ക് തോന്നി.